എവിടെ സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ, അഭിനയിക്കാൻ കഴിയും. ചില കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്നേഹം അഭിനയിക്കുന്നവരുണ്ട്. എന്നാൽ യഥാർത്ഥ കുടുംബ സ്നേഹം നിലനിൽക്കുന്നിടത്ത് എന്തുണ്ടെന്നറിയാമോ? ഓ, സമാധാനമുണ്ട്. മനസ്സിലായോ? അല്ലാത്ത അഭിനയിക്കുന്നിടത്ത് സമാധാനം വരത്തില്ല. ഓ, യേശുവിന്റെ സ്നേഹം ഒരു കുടുംബത്തിൽ വാഴണം. ആ കുടുംബത്തിൽ ദൈവിക സമാധാനമുണ്ട്. അത് ലോകം തരുന്നത് പോലെ അല്ല പ്രിയപ്പെട്ടവരെ. ഓ ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അതേ സ്നേഹം പോലെ തന്നെ നമ്മെ സംയോജിപ്പിക്കുന്ന കയറാണ് സമാധാനം. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്കൊന്ന് വായിച്ചാലേ. കർത്തൃസേവ നിമിത്തം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി സാധാരണ വിളിയല്ല കേട്ടോ. അനേകർക്ക് ഈ വിളി കേൾക്കാനായിരിക്കാം, ഒന്നുകിൽ അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ടില്ലായിരിക്കും. അമ്മയുടെ ഉദരത്തിലാവുന്നതിന് മുൻപേ, ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ടത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളി ഓഹരിക്കാരെ. അപ്പോൾ നമ്മൾ ആരാ? സ്വർഗീയ വിളി ഓഹരിക്കാരുമാണ്. നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശുദ്ധ സഹോദരന്മാരും സഹോദരിമാരുമാണ്. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളി ഓഹരിക്കാരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ചുമ്മാതെ ആരാധിക്കരുത്, ശ്രദ്ധയോടെ ആരാധിക്കണം. ചുമ്മാതെ നോക്കരുത്. നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ കഴിയും. എന്നാൽ ശ്രദ്ധയോടെ നോക്കിയാൽ യേശുവിന്റെ സ്നേഹം